ദീപു കല്യോട്ട് മരിച്ചിട്ടും അല്ലെങ്കിൽ കൊന്നിട്ടും പക തീരാത്തവണ്ണം ഈ സൈബർ മേഖലയിൽ ഈ ശരത്തിനെയും കൃപേഷിനെയും ശരത്ലാലിനെയും അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾ നിങ്ങളും കാണുന്നുണ്ടോ? അത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നതാണോ ദീപു? തീർച്ചയായിട്ടും അങ്ങോട്ട് ഒരുപാട് മുഖമില്ലാത്ത അക്കൗണ്ടുകളിൽ നിന്നും CPM-മാർ അവരുടേതായ പച്ചക്കള്ളങ്ങൾ സൈബർ മേഖലയിൽ പടച്ചുവിടുന്നതായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അതിനെതിരെ ഇന്നലെ കാസർഗോഡ് SP-ക്കും ബേക്കൽ DYSP-ക്കും പരാതി നൽകിയിട്ടുമുണ്ട്. അതായത് ഇവർ കൊല്ലപ്പെടേണ്ടവരായിരുന്നുവെന്നും ഇവർ ഗുണ്ടകളായിരുന്നുവെന്നും പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിന്നെ CPM-ൻ്റെ ഉദുമ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിൽ എഴുതി വിട്ടത് പിന്നെ പീതാംബരൻ്റെ അമ്മയെ വിവസ്ത്രയാക്കി മർദ്ദിച്ചു ശരത്ലാലിൻ്റെ നേതൃത്വത്തിൽ എന്നൊക്കെയാണ്. അപ്പം നട്ടാൽ മുളക്കാത്ത ഇവർ എന്താ പറയുക, 17ഉം 18ഉം 23ഉം വയസ്സുള്ള 2 ചെറുപ്പക്കാരെ കൊന്നു തള്ളിയതിൽ ഒരു ന്യായീകരണവും പൊതുസമൂഹത്തിനോട് പറയാൻ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു നിൽക്കുമ്പോൾ അത് കേരളത്തിൽ മൊത്തം ഈ ഒരു കൊലപാതകം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇവർ കൊല്ലപ്പെടേണ്ടവരായിരുന്നുവെന്നും ഇവർ ഗുണ്ടകളായിരുന്നുവെന്നും പറഞ്ഞു പരത്തി പൊതുസമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് CPM-മാർ ഇത്തരത്തിലുള്ള നുണപ്രചരണം പിന്നെ വ്യാപകമായി പടച്ചുവിടുന്നത്. തീർച്ചയായിട്ടും അതില്ലാത്തൊരു കാര്യം പറയുമ്പോൾ ഒന്നാമത് അവർ നമ്മുടെ കൂടെ ഇല്ല, മരിച്ചുപോയി. അതായത് 40-40ഓളം വെട്ടുകളാണ് ഇരുവരുടെ ശരീരത്തിലുണ്ടായിരുന്നത്. അതായത് ഞങ്ങൾ എങ്ങനെ കാണണ്ട എന്നവരെ ആഗ്രഹിച്ചോ ആ രീതിയിലാണ് അവരെ ഞങ്ങൾക്ക് CPM-മാർ കൊന്നു തന്നത്. ആ ഞങ്ങളെ ഇടയിൽ ഞങ്ങളൊപ്പമുണ്ടായിരുന്നവരെ കുറിച്ച് ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ തീർച്ചയായിട്ടും സങ്കടമുണ്ട്. അതിനെതിരെ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ അതിനെതിരെ സത്യസന്ധമായി പറയുന്നുണ്ട്. ഞങ്ങൾ സത്യസന്ധമായിട്ട് സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോൾ CPM-മാരുടെ ഭാഗത്തുനിന്ന് നിരവധി തവണ ഭീഷണിയും മറ്റ് കാര്യങ്ങളും ഞങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നുണ്ട്. ഇവർ ഗുണ്ടകളാണ്, പിന്നെ കൊല്ലപ്പെടേണ്ടവരാണ്, CPM-കാർക്ക് ഇവിടെ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുന്നവരാണ് എന്ന് CPM-മാർ പറയുമ്പോൾ അത് ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ തിരിച്ചിട്ടതിൻ്റെ ഇതായിട്ട് പിന്നെ എൻ്റെ വീട് നേരെ ബോംബെറിയുക വരെ CPM-ൻ്റെ നേതൃത്വം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള ഒരു ഇല്ലാത്ത കഥ അവർ പാടി നടക്കുമ്പോൾ തീർച്ചയായിട്ടും സങ്കടമുണ്ട്. ശബരിമല കാലമൊക്കെയാണല്ലോ, ശബരിമല സമരകാലമാണ്. അന്ന് SFI KSU അടി, അതിൻ്റെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ എന്തോ പ്രശ്നം, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ, ഇതിലെ പീതാംബരന് പരിക്കുപറ്റൽ, രണ്ട് യുവാക്കളെ അരുംകൊല ചെയ്യാനുള്ള ഒരു ന്യായവും ഇല്ലെങ്കിൽ കൂടിയും എന്തോ പ്രശ്നം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ദീപു, അല്ലേ? പീതാംബരന്റെ കൈക്കെന്തോ പരിക്ക് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള വിശ്വാസികൾ തെരുവിലിറങ്ങിയപ്പോൾ കല്യോട്ടും ശ്രീ ശരത്ലാലിൻ്റെ നേതൃത്വത്തിലുള്ള പിന്നെ ശബരിമല വിശ്വാസികൾ തെരുവിലിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രതിഷേധ പ്രകടനത്തിലേക്ക് CPM-ൻ്റെ കുടുംബത്തിൽ നിന്നും ഉള്ള ആൾക്കാരടക്കം, അവരുടെ വീട്ടിലെ സ്ത്രീകളടക്കം ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിന് പിന്നെ ശരത്ലാലിൻ്റെ പിന്നിൽ അണിനിരുന്നു. അങ്ങനെ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുന്നാട് കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്ന 2 KSU-ൻ്റെ പ്രവർത്തകരുടെ ഫോട്ടോ ഈ പ്രകടനത്തിനിടയിൽ വെച്ച് CPM-ൻ്റെ പ്രവർത്തകരായ പീതാംബരനും മറ്റും ഫോട്ടോ എടുക്കുകയും വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും കോളേജിൽ വെച്ച് ഇവരെ അടിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകി. അങ്ങനെ ഇവരെ തിരിച്ച് കോളേജിലേക്ക് പോയ സമയത്ത് അവിടെ വെച്ച് ആക്രമിക്കുകയാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു ദിവസം ആക്രമിച്ചു. അപ്പോൾ ഈ മുന്നാട് കോളേജിൻ്റെ ബസ് ഞങ്ങളുടെ കല്യോട്ട് ടൗൺ വഴിയാണ് കടന്നു പോകുന്നത്. ആ കല്യോട്ട് ടൗൺ വഴി കടന്നു പോകുമ്പോൾ ആ ബസ്സിലുണ്ടായിരുന്ന അധ്യാപകരോട് ഞങ്ങൾ കുട്ടികളെ ഇനി അടിക്കാൻ പാടില്ല എന്നും അടിച്ച SFIക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും പിന്നെ നാട്ടുകാരും രക്ഷിതാക്കളും അവരോട് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ പിന്നീട് തുടർന്നും നിരന്തരമായ അക്രമം SFIയുടെ ഭാഗത്തു നിന്ന് ഈ ശബരിമല വിഷയത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ KSU-ൻ്റെ കുട്ടികളെ മുന്നാട് കോളേജിൽ വെച്ച് ആക്രമിക്കുമ്പോൾ പിന്നെ ഗത്യന്തരമില്ലാണ്ട് വീണ്ടും പിന്നെ നാട്ടുകാരും രക്ഷിതാക്കളും വീണ്ടും ബസ് തടയുകയും നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ ഇനി അങ്ങോട്ട് പറഞ്ഞു വിടില്ല എന്നും പഠിക്കാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ല എന്നും ഈ SFIക്കാരെ നടപടി എടുക്കണമെന്നുള്ള കാര്യങ്ങൾ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് യാതൊരു പ്രകോപനവും ഇല്ലാതെ പീതാംബരനും കൂട്ടാളികളും ഈ സംസാരിച്ചു കൊണ്ടിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. അങ്ങോട്ടും ഉണ്ടായ വാക്ക് തർക്കത്തിനിടയ്ക്ക് ചില അടിപിടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു, പരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഘർഷവും ഉണ്ടായിരുന്നില്ല. ഇല്ല, അത് ഉറപ്പായും ഇല്ല. എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ പെട്ടെന്ന് അപ്പോൾ കത്തിയെടുത്ത് കുത്തുമല്ലോ പ്രകോപനത്തിൽ. ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് പതുങ്ങിയിരുന്ന് വെട്ടിക്കൊല്ലുക എന്നുള്ള ആസൂത്രിത കൊലപാതകമാണല്ലോ. അതിന് ഒരു ന്യായവുമില്ല.